ഹായ് ഓൾ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ എ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് കണ്ടു. അപ്പൊ ഈ വീഡിയോക്കകത്ത് നമുക്ക് എങ്ങനെയാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ തന്നെ ബി പാർട്ട് ആൻസർ ചെയ്യുന്നതെന്ന് വെച്ചാലോ. അപ്പൊ ഇത് ഡിപ്രീസിയേഷന്റെ ഏരിയനകത്തുള്ള ചോദ്യമാണ്. മെറ്റ ആൻഡ് കമ്പനി ഹാഡ് ദ ഫോളോയിങ് ബാലൻസസ് അപ്പിയറിംഗ് ഇൻ ഇറ്റ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് ഓൺ 1st April 2024. അതായത് ഏപ്രിൽ 1 അവരുടെ എന്താണ് ഈ പറയുന്ന പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ ബാലൻസ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 1,42,50,000 രൂപയാണ് അവരുടെ ബാലൻസ് ആയിട്ട് ഈ പറയുന്ന പ്ലാന്റ് ആൻഡ് മിഷനറി അക്കൗണ്ടിലുള്ളത്. ഇറ്റ്സ് അക്കൗണ്ട്സ് മെയ്ഡ് അപ് ടു 31st March എവറി ഇയർ ആൻഡ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ് അറ്റ് 10% പെർ ആനം. അപ്പൊ അവരുടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു വർഷം 10% എന്ന നിരക്കിലാണ് അവർ ഡിപ്രീസിയേഷൻ അസറ്റ്സിന് ചാർജ് ചെയ്യുന്നത് അണ്ടർ ദ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലല്ല, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് അവർ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. On 1st September 2024, a new machine was acquired at a cost of 21,20,000. പുതിയൊരു മെഷീനറി മേടിച്ചു. And the sum of 46,900 was incurred on the same day towards installation charges for erecting the said machine. അപ്പൊ നമ്മൾ കോസ്റ്റ് കോൺസെപ്റ്റ് പ്രകാരം എന്താ പഠിച്ചിരിക്കുന്നത്? ഒരു അസറ്റ് മേടിക്കുമ്പോൾ അത് പുട്ട് ഇൻ ടു യൂസ് വരെ ആക്കുന്നുള്ള എല്ലാ കോസ്റ്റും ആ അസറ്റിന്റെ തന്നെ കോസ്റ്റ് ആണെന്നല്ലേ. അപ്പൊ ഈ 21,20,000 മാത്രമുള്ളൂ അതിന്റെ വില എന്ന് പറയുന്നത്? അല്ല, പ്ലസ് 46,900 കൂടി ആ അസറ്റിന്റെ തന്നെ വിലയായിരിക്കും. ഇനി ഓൺ ദ സെയിം ഡേറ്റ് എ മെഷീൻ വിച്ച് ഹാഡ് കോസ്റ്റ് എത്രയാണ്? 32,80,500 രൂപ വിലയുള്ള ഒരു മെഷീൻ എന്ന് ഓൺ 1st April 2022, അതായത് 2022 ഏപ്രിൽ 1 ഈ പറയുന്ന 32,00,000 സംതിങ് വിലയുണ്ടായിരുന്ന അസറ്റ് വാസ് ഓപ്ഷൻഡ് ഫോർ 5,62,500. ഈ പറയുന്ന വിലയ്ക്ക് അത് വിറ്റു. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു മെഷീനറി വിറ്റ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അനദർ മെഷീൻ വിച്ച് ഹാഡ് കോസ്റ്റ് അതിന് എത്ര വേണം? 32,77,500 മെഷീൻ, ഒരു വിലയുള്ള ഒരു മെഷീൻ ഈ പറഞ്ഞ അസറ്റിന് 32,00,000 രൂപ വിലയുണ്ടായിരുന്നതാണ്. ഹാവ് ബിക്കം ഒബ്സലേറ്റ് വാസ് സ്ക്രാപ്ഡ് ഓൺ 1st September 2024. അതും ഈ പറഞ്ഞ പോലെ എന്തായി? സ്ക്രാപ്ഡ് ആയി പോയി, ആക്രി ആയി പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിയലൈസ്ഡ് നത്തിങ്. അതിനകത്ത് എന്തെങ്കിലും പൈസ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയോ? ഇല്ല. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ദ പ്ലാന്റ് ആൻഡ് മിഷനറി അക്കൗണ്ട്. അപ്പൊ നോർമലി നമുക്കറിയാം ഡിപ്രീസിയേഷന്റെ ചോദ്യത്തിനകത്ത് ചോദ്യം വരുമ്പോൾ ഈ പറയുന്ന അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമുക്കുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് അക്കൗണ്ട് പറഞ്ഞാൽ വരച്ചിട്ടുണ്ടെന്നുള്ളൂ, സമയം കളയാണ്ടിരിക്കുക എളുപ്പത്തിന് നമുക്ക് ബാക്കി കാൽക്കുലേഷനകത്തേക്ക് പോവാം. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യം തന്നെ 1st April 2024, അതായത് 1/4/2024 നമ്മളുടെ കയ്യിലുള്ള അസറ്റിന്റെ ബാലൻസ് എത്രയാണ്? അതായത് ടു ബാലൻസ് എന്താണ്? ബോഡോൺ കാറ്റഗറിയിൽ വരുന്നത് ഈ പറയുന്ന 1,42,00,000 എത്രയാണ്? 50,000 രൂപയാണ്. ഓക്കെ ആണല്ലോ. 1,42,50,000 രൂപ. ഓക്കെ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി ഈ വർഷം നമുക്ക് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. നമ്മളോട് ഈ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് September 2024 ഒരു പുതിയ മെഷീൻ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതായത് ഈ ഇയർ എന്ന് പറയുന്നത് നമ്മളുടെ ഇയറിന്റെ ഫിനാൻഷ്യൽ ഇയർ എങ്ങനെയാണ്? 1/4/24 തൊട്ട് എപ്പോ വരെയാണ്? 31/3/25 വരെ അല്ലേ? അതായത് ഈ വർഷത്തിനിടയ്ക്ക് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ അക്കൗണ്ടിനകത്ത് വേണം. അപ്പൊ പുതിയൊരു മെഷീൻ മേടിച്ചിരിക്കുന്നത് 1st September 2024. അപ്പൊ പുതിയൊരു മെഷീനറി മേടിക്കുമ്പോൾ അതിന്റെ കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യണ്ടേ? റെക്കോർഡ് ചെയ്യണം. സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ 9ാം മാസം. 1/9/2024 എന്ത് മേടിച്ചിട്ടുണ്ട്? പുതിയൊരു മെഷീനറി കൂടി മേടിച്ചിട്ടുണ്ട്. പുതിയൊരു മെഷീനറി മേടിക്കുമ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ക്യാഷിന് വരും. സോ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ഓർ ബാങ്ക് ചെയ്തുകൊണ്ട് എഴുതാട്ടോ, കുഴപ്പമില്ല. 21,20,000 പ്ലസ് എന്താണ് ഈ പറയുന്ന 46,900 രണ്ടും കൂടെ കൂട്ടുമ്പോ എത്ര വരും? രണ്ടും കൂടെ നമ്മൾ കൂട്ടുമ്പോ 21,66,900 വരും. ക്ലിയർ ആണല്ലോ? നിങ്ങൾ ചെയ്ത് ഒപ്പം തന്നെ ചെയ്ത് നോക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ പറയുന്ന എമൗണ്ട് കിട്ടും. അപ്പൊ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു. ഇനി എന്താണ് ഈ വർഷം നടക്കുന്നത് നമുക്ക് നോക്കാം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ഓൺ ദ സെയിം ഡേറ്റ്, ഈ സെയിം ഡേറ്റ് തന്നെ എന്താണ്? ഇത് നമ്മുടെ ഒരു മെഷീനറി വിറ്റിട്ടുണ്ട്. അപ്പോൾ ഒരു മെഷീനറി വിൽക്കുന്ന ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിൽ നിന്ന് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം വർക്കിംഗ് നോട്ട് എന്ത് ചെയ്യുന്നു? 1 കൊടുക്കുന്നു. കാൽക്കുലേഷൻ ഓഫ് എന്താണ്? പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ. ഡേറ്റോടെ വേണേൽ കുഴപ്പമില്ല. 1/9/24 തന്നെയല്ലേ നമ്മൾ സെയിൽ നടത്തുന്നത്.
സോ എന്താണ് ഫസ്റ്റ് മിഷനറിയുടെ കാര്യം നമ്മൾ വെക്കുന്ന കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ ഇത് എന്ന് തൊട്ടാണോ മേടിച്ചത് അന്ന് തൊട്ട് ഈ പറയുന്ന ഡിപ്രീസിയേഷൻ അപ്ലൈ ചെയ്ത് ഈ വിൽക്കുന്ന ഡേറ്റിൽ ഇതിന് എന്ത് വില ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. അതേ നമ്മളോട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ മിഷനറി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. 1 ഏപ്രിൽ 2022. അതായത് 1/4/22 ഇതിന്റെ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഈ പറഞ്ഞിട്ടുള്ള 32,80,500. ശരിയാണല്ലോ അല്ലെ? ഇനി ആ വർഷം അവസാനം ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ വർഷം അവസാനം എന്ന് പറയുമ്പോൾ 31/3/23. ഇവിടെ വെച്ച് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യില്ലേ? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന 3 നോട്ട് ഏതാണ്? അസറ്റ് വാല്യൂ, യൂസ്ഡ് മന്ത്, പിന്നെ ഡിപ്രീസിയേഷൻ. ഇവിടെ ഇപ്പൊ ഒരു വർഷം ഉള്ളത് കൊണ്ട് യൂസ്ഡ് മന്ത് 12 മന്ത് ഉണ്ടല്ലോ. അപ്പൊ ഡയറക്ട്ലി 10% നമുക്ക് എടുത്താൽ മതി. അപ്പൊ 32, 80, 50 ഇത് കുറച്ചാൽ പോരെ? ഇത് കുറച്ച് കഴിഞ്ഞ് അതായത് 1/4/23 ഇതിന്റെ ബാലൻസ് വില എത്രയുണ്ടെന്ന് നമ്മൾ നോക്കുന്നു. ഇതിന്റെ വില എത്രയാ? ഒന്ന് ഡിഡക്ട് ചെയ്തേ. 1/4/23 ഇതിന്റെ വില എന്ന് പറയുന്നത് 29,52,450 അല്ലെ? ഇതാണ് ഇതിന്റെ ബാലൻസ് വില എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇനി അടുത്ത വർഷത്തെ അതായത് ഈ വർഷം അവസാനം 31/3/24 എന്തുണ്ട്? ഡിപ്രീസിയേഷൻ കാണണമല്ലോ. ഡിപ്രീസിയേഷൻ ഇവിടെ നമുക്കറിയാം ഒരു വർഷം മൊത്തം ഉണ്ട് യൂസ്ഡ് മന്ത്. അപ്പൊ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? 10% എടുത്താൽ മതി. 29, 52, 45. ശരിയല്ലേ? ഇത് കുറയ്ക്കുക. അപ്പൊ നമുക്ക് 1/4/24 ബാലൻസ് വില കിട്ടും. അതായത് ഈ വർഷ തുടക്കം ഈ പറയുന്ന അസറ്റിന് എത്ര വില ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കിട്ടും. ഇത് ഡിഡക്ട് ചെയ്യുമ്പോൾ 26,57,205 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളിവിടെ ഓപ്പണിംഗ് ബാലൻസ് എഴുതി വെച്ചിട്ടില്ല. അതായത് പ്ലാന്റ് ആൻഡ് മിഷനറി അക്കൗണ്ടില് ഓപ്പണിംഗ് ബാലൻസ് എഴുതി വെച്ചിരിക്കുന്നിടത്ത് 1,42,50,000 എഴുതി വെച്ചിട്ടില്ലേ? അതിലാണെങ്കിൽ ഉൾക്കൊള്ളുന്ന ഒരു അസറ്റിന്റെ വില എന്ന് പറയുന്നത് 26,57,205 ആണ്. അതായത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കാം. 26,57,205 എന്ന് പറയുന്ന ഒരു അസറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി എന്താണ്? ഇനി ഈ പറയുന്ന അസറ്റിന് ഈ വർഷം നമ്മൾ എന്താണ് ഈ പറഞ്ഞ സെപ്റ്റംബർ മാസം വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുവരെ ഉള്ള ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഡിപ്രീസിയേഷൻ അപ് ടു സെയിൽ. അതായത് സെയിൽ ചെയ്യുന്ന ഡേറ്റ് ഏതാണ്? 1/9/24 അല്ലേ? അപ്പൊ നമ്മൾ കൊടുക്കുന്ന എന്താണ്? നോട്ട്സ് എന്തൊക്കെയാണ്? അസറ്റ് വാല്യൂ ഞാനിപ്പോ എവിന്ന് എഴുതുവാണ്. ഈ പറയുന്നത് 26,57,205 ആണ്. യൂസ്ഡ് മന്ത് ഞാൻ UM എഴുതുവാണ്. യൂസ്ഡ് മന്ത് എത്രയാണ്? എത്ര മാസം ഉണ്ട്? 4 മാസം ഉണ്ട്, 5, 6, 7, 8. 8 മാസം വരെയുള്ള ഫുൾ ഉള്ളത്. അതായത് 9 മാസം ഫസ്റ്റ് ഡേ അല്ലേ? അപ്പൊ യൂസ്ഡ് ആയിട്ടില്ല. സോ 5 മാസമാണുള്ളത്. സോ ഡിപ്രീസിയേഷൻ കാണുക. എങ്ങനെ കാണും? ഈ പറയുന്ന 26,57,205 10% എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള കിട്ടും. ഇൻറ്റു 5/12 എടുത്തു കഴിഞ്ഞാൽ 5 മാസത്തെ കിട്ടും. 5 മാസത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കിക്കേ. പോയിന്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതാനുള്ള പ്രൊവിഷൻ ഉണ്ട്. സോ 26,57,205 10% ഇൻറ്റു 5/12. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 716.8 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് 7 ആക്കി എഴുതാം അല്ലെ? 7 ആക്കി എഴുതാം. ഓക്കെ, ഇതാണ് നമുക്ക് ഡിപ്രീസിയേഷൻ ആയിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ കിട്ടുന്ന വഴി നമുക്ക് എന്താണ്? ഡിപ്രീസിയേഷൻ നമുക്ക് പ്ലാന്റ് ആൻഡ് മിഷനറി അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്തേക്കാം. അതായത് 1/9/24 ബൈ ഡിപ്രീസിയേഷൻ എന്ന പേരിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ വാല്യൂ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതായത് ഇപ്പൊ കിട്ടിയിരിക്കുന്ന 1,00,000 സംതിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് റെക്കോർഡ് ചെയ്തേക്കാം. ക്ലിയർ ആണല്ലോ? ഇനി അസറ്റിന്റെ വാല്യൂ നമുക്ക് ഡിഡക്ട് ചെയ്ത് നോക്കാം. 26,57,205 ഇപ്പൊ കിട്ടിയിട്ടുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അസറ്റിന്റെ വാല്യൂ കിട്ടും. അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന 25,46,488 ആണ്. ഇതാണ് അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ സെയിൽ വാല്യൂ എത്രയാണ്? നമ്മൾ അത് ഇരിക്കുന്നത് 5,62,500 രൂപയ്ക്കാണ്. അപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ലോസ് ആണ്. ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യണ്ടേ? ലോസ് എത്രയാ വരുന്നത്? ലോസ് എന്ന് പറയുന്നത് 5,62,500 കുറച്ച് കഴിഞ്ഞാല് 19,83,988 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? 19,83,988.
അപ്പൊ നമുക്ക് ബാക്കി ഇൻഫർമേഷൻസ് കൂടെ റെക്കോർഡ് ചെയ്തേക്കാം. കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മിഷനറി അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് ബൈ ക്യാഷ് ഓർ ബാങ്ക്, ഈ പറയുന്ന വിറ്റ് കിട്ടുന്ന പൈസ അതൊക്കെയാണ് 5,62,500. ശേഷം എന്താണ് പ്രോഫിറ്റ് ഓർ ലോസ് കൂടി നമ്മൾ റെക്കോർഡ് ചെയ്യണം. ബൈ പ്രോഫിറ്റ് P&L അക്കൗണ്ട് ബ്രാക്കറ്റിൽ ലോസ് എന്ന് കൊടുത്തേക്കാം. എത്രയാണ് ലോസ്? ഈ പറയുന്ന 19,83,988. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ പറയുന്ന ഫസ്റ്റ് മിഷനറിയുടെ കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തൊരു മിഷനറിയുടെ ഉണ്ടല്ലോ, അടുത്ത മിഷനറിയുടെ കാര്യം അടുത്ത നോട്ടായിട്ട് നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ അസറ്റിന്റെ കാര്യത്തിനകത്തേക്ക് നോക്കാം. രണ്ടാമത്തെ അസറ്റിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് അനദർ മെഷീൻ വിച്ച് ഹാഡ് കോസ്റ്റ് എത്രയായിരുന്നു? 32,77,500 ഫസ്റ്റ് ഏപ്രിൽ 2023. അതും വിറ്റിട്ടുണ്ടല്ലോ സെപ്റ്റംബറിന് തന്നെ. അപ്പൊ അതിന് വർക്കിംഗ് നോട്ട് 2 എഴുതുക. അപ്പൊ നമുക്ക് സെയിം വർക്കിംഗ് നോട്ട് തന്നെയാണ്. എങ്ങനെയാണ് വർക്കിംഗ് നോട്ട് 2? ഏതാണ്? കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ. ഇപ്പൊ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മിഷനറി 2 എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടാമത്തെ മെഷീൻ മേടിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഏപ്രിൽ 2023 അല്ലേ. അപ്പൊ അവിടെ നിന്നിട്ടുള്ള വർക്കിംഗ് നോട്ട് എഴുതിയാൽ മതിയല്ലോ. അതായത് 1/4/23 ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര രൂപയാണ്? ഈ പറയുന്ന 32,77,500 രൂപയാണ്. ശരിയാണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ, അതായത് 31/3/24 ആകുമ്പോ ഇതിന് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. 12 മാസം ഉണ്ട് യൂസ്ഡ് മന്ത് എന്ന് പറയുന്നത്. ഡയറക്റ്റ്ലി 10% എടുത്താൽ പോലെ റിട്ടേൺ ഓൺ വാല്യൂ ആണെങ്കിലും 77,50. ഇത് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടും? അതായത് 1/4/24 നമുക്ക് ബാലൻസ് വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? അതായത് 29,49,750 രൂപ എന്ന് വരും. ക്ലിയർ ആണല്ലോ. പിന്നെ ഈ വർഷം എത്ര മന്ത് യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് കാണണം. അതായത് നമ്മൾ ആദ്യം ചെയ്ത പോലെ ഡിപ്രീസിയേഷൻ അപ് ടു എന്ന് വരെ 1/9/24 വരെ അല്ലെ. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇത് എത്ര മാസമാണ് യൂസ്ഡ് മന്ത്? അതായത് 5 മാസം തന്നെയല്ലേ. അപ്പൊ 5 മാസത്തെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ 29,49,750 ഇൻറ്റു 10% ചെയ്യുമ്പോൾ ഒരു വർഷത്തെ കിട്ടും. ഇൻറ്റു 5/12 നമ്മൾ ചെയ്യുന്നു. 5/12 ചെയ്യുമ്പോൾ എത്ര കിട്ടും? അതായത് പോയിന്റ് വല്ലതുണ്ടോ നോക്കണം. 29,49,750 ഇൻറ്റു 10% ഇൻറ്റു 5/12 നമുക്ക് പോയിന്റ് വരും. എന്ത് ചെയ്യുക? അത് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുക. 1,22,906 രൂപ എന്ന് വരും. അപ്പൊ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ആദ്യം പോയി നോട്ട് ചെയ്തേക്കാം. ബൈ ഡിപ്രീസിയേഷൻ എത്ര കിട്ടിയത്? ഈ 1,22,906 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പോയി റെക്കോർഡ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. ശേഷം അസറ്റിന്റെ വാല്യൂ നമുക്ക് നെറ്റ് വാല്യൂ കണ്ടുപിടിച്ചേക്കാം. അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? ഒന്ന് ഡിഡക്ട് ചെയ്ത് നോക്കിക്കേ. നമുക്ക് 28,26,844 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അസറ്റ് വാല്യൂ കിട്ടി. അപ്പൊ ഇത് ഫുള്ള് ലോസ് അല്ലേ? കാരണം സെയിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പിൽ നത്തിങ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഫുള്ള് ലോസ് ആണ്. അപ്പൊ നമുക്ക് ഇത് നോട്ട് ചെയ്യണം. ബൈ P&L ബ്രാക്കറ്റിൽ ലോസ് എന്ന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ലോസ് എത്ര വന്നു? 28,26,844. ഓക്കെ അല്ലേ? നമ്മൾ ആ പറയുന്ന അസറ്റിന്റെ ഇൻഫർമേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാം. ഈ പറഞ്ഞ 1/4/24 ഈ അസറ്റിന്റെ വില എന്ന് പറയുന്നത് എത്രയായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്? 29,49,750. അത് നമ്മൾ ആദ്യം ചെയ്ത പോലെ നമ്മുടെ ബാലൻസ് ബോർഡിനകത്തേക്ക് എഴുതി വെച്ചേക്കാം. ഈ പറയുന്ന അസറ്റിനൊക്കെ എന്നാ വില എന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. 29,49,750. അങ്ങനെയാണെങ്കിൽ ഇനി ബാലൻസ് ഉള്ള അസറ്റ്, അതായത് 1,42,50,000 രൂപ ഉള്ളതിന് ഈ പറയുന്ന രണ്ട് അസറ്റുകളുടെ വില ഏതൊക്കെയാണ് നമ്മൾ എഴുതി. ഇനി റിമൈനിങ് ആയിട്ടുള്ള അവിടെ അസറ്റ്സിന്റെ വില എത്രയാണെന്ന് ജസ്റ്റ് കണ്ടുപിടിക്കാനോ? ജസ്റ്റ് ഡിഫറൻസ് നോക്കിയാൽ പോരെ. അപ്പൊ അതിന്റെ ഡിഫറൻസ് നോക്കിക്കേ. ഡിഫറൻസ് നോക്കുമ്പോ എത്ര വരും? അതായത് 1,42,50,000 ഈ രണ്ട് വാല്യൂ കുറയ്ക്കുക. അപ്പൊ നമുക്ക് 86,43,045 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ഈ പറയുന്ന ഓപ്പണിംഗ് ഡേറ്റിൽ അവിടെ റിമൈനിങ് ആയിട്ട്, അതായത് വിൽക്കാണ്ട് ഇനി ബാക്കി ഇരിക്കുന്ന അസറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ലാസ്റ്റിൽ ഐഡന്റിഫൈ ചെയ്യാനുള്ളത് ഈ വർഷം എൻഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ, അതായത് ഈ പറഞ്ഞ അസറ്റും വിറ്റു, ഈ പറയുന്ന അസറ്റും വിറ്റു. ഇനി ബാക്കിയുള്ള അസറ്റിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? റെക്കോർഡ് ചെയ്താൽ മതി. അതായത് ഡേറ്റ് എന്നാണ് വരുന്നത്? ഡേറ്റ് വരുന്നതെന്ന് പറയുന്നത് 31/3/20
എത്ര വരും? 25 വരും അല്ലെ? 25 വരും ബൈ ഡിപ്രീസിയേഷൻ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സംഭവം. അതായത് വർക്കിംഗ് നോട്ട് എത്ര വരും? വർക്കിംഗ് നോട്ട് 3. ഇതോടെ കണ്ടുപിടിച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. കണ്ടുപിടിച്ചാലാ? പിന്നെ വേറെ കാര്യമുണ്ട്, ഈ പുതിയതായിട്ട് മേടിച്ച അസറ്റിന്റെ ഡിപ്രീസിയേഷൻ വരും കേട്ടോ. ആദ്യത്തെ മാത്രമല്ല, പുതിയതായിട്ട് മേടിച്ചതിന്റെ വരും. നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് വർക്കിംഗ് നോട്ട്, നമുക്ക് വർക്കിംഗ് നോട്ട് എന്ത് ചെയ്യാം? 3 കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ അല്ലെ? കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഡേറ്റോടെ കൊടുക്കുന്നതല്ലാണ്. ഏതാ ഡേറ്റ് എങ്ങനെ കൊടുക്കും? 31/3 എന്താണ് 25 നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ കയ്യിലുള്ള എത്ര അസറ്റ്സ് ആണ്? 2 അസറ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് അസറ്റ് നമ്പർ 1 എത്ര രൂപയാണ് ഈ പറയുന്ന 1/4/24 നമ്മുടെ കയ്യിലുള്ളത്? നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച് 86 ലക്ഷത്തി സംതിങ് ഉള്ള വാല്യൂ അല്ലേ? 86,43,045 രൂപയുടെ അസറ്റ് ഒരെണ്ണം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതിന് ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചാലോ? യൂസ്ഡ് മന്ത്. ഈ വർഷം എത്ര മാസം യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? 12 മാസം യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് 10% എടുത്താൽ പോരെ? അപ്പൊ എത്ര വരും? 8,64,000 ഒരു 304.5 വരും അല്ലെ? 304.5. നമുക്ക് റൗണ്ട് ചെയ്യാം. അടുത്തത് കൂടെ കണ്ടുപിടിച്ചിട്ട് റൗണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഇവിടെ നിന്ന് റൗണ്ട് ചെയ്ത് 5 ആക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്തത് അസറ്റ് നമ്പർ 2. അതിന്റെ വില 1.4 തൊട്ടില്ല, എന്നോട്ടേ ഉള്ളൂ 1,924 തൊട്ട്. അതിന്റെ വില എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21,66,900 അല്ലെ? 900. ഇതിന്റെ യൂസ്ഡ് മന്ത് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? 9 മാസം 10 11 12 1 2 3. എത്ര മാസം ഉണ്ട്? 7 മാസം അല്ലെ? 7 മാസം ഉണ്ട് ഇതിന്റെ യൂസ്ഡ് മന്ത് എന്ന് പറയുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ കാണുമ്പോ 21,66,900 ഇൻറ്റു 10% ഇൻറ്റു 7/12. ക്ലിയർ ആണല്ലോ? ഇത് കണ്ടുപിടിക്കുമ്പോ എത്ര വരും നോക്കിക്കേ. അപ്പൊ നമുക്ക് 1,26,402.5 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടോടെ കൂട്ടിയാൽ പോരെ ഡയറക്ട്ലി. അതായത് കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഡിപ്രീസിയേഷനും ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഡിപ്രീസിയേഷനോടെ ടോട്ടൽ ചെയ്താൽ പോരെ? ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എത്ര വരും? 9,90,707 വരും. ഓക്കെ ആണല്ലോ? ആദ്യമേ റൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 8 വരുന്നത് കുഴപ്പമില്ല. നമ്മൾ കിട്ടിയിട്ടുള്ള ഡിപ്രീസിയേഷൻ ഇങ്ങോട്ട് എഴുതുന്നു. 99,00707. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ഫുൾ എന്താണ് കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഡിപ്രീസിയേഷൻ വരെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തുമാത്രം നമ്മൾ ചെയ്താൽ മതി? ഇനി ആകെപ്പാടെ നമ്മൾ ഇതിന്റെ ബാലൻസ് പ്രൊസീജിയർ മാത്രം ചെയ്താൽ മതി. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കോമൺ ടോട്ടൽ, അതായത് ആദ്യം ഏറ്റവും കൂടുതലുള്ള എഴുതുന്നു. ഏതാ? ഡെബിറ്റ് സൈഡിൽ എന്തായാലും കൂടുതലുള്ളത് എത്രയൊക്കെ ആയിരുന്നു? 1,42,50,000 പ്ലസ് 21,66,900 അല്ലെ? എത്ര വരുന്നു നോക്കിക്കേ? 1,64,16,900. ഓക്കെ ആണല്ലോ? രണ്ട് സൈഡിലും വരും അല്ലെ? 6900. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് ബാലൻസ് ചെയ്യുന്നു. ഈ ഡേറ്റില് ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട് എത്ര വരുന്നു നോക്കിക്കേ. അതായത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഫിഗർ ചെയ്യുന്ന ക്രെഡിറ്റ് സൈഡിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിഡക്ട് ചെയ്യുന്നു. ഡിഡക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ചെയ്ത് നോക്കണേ. ഓക്കെ ആണല്ലോ? ഇതാണ് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. 98,19,238. അപ്പൊ ഡൗട്ട്സ് ഉള്ളവര് ചെയ്തു നോക്കുക. എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, താങ്ക് യു.